إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ സൂറത്തു ഗാഫിറിന്റെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എനിക്കുള്ള ഇബാദത്തിൽ ആരാണോ അഹങ്കാരം നടിക്കുന്നത് അവൻ നിന്ദ്യനായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹാദാ മിൻ ഫദ്ലിഹി തബാറക വ തആല വ കറമിഹി അന്നഹു നദബ ഇബാദഹു ഇലാ ദുആഇഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പ്രാർത്ഥിക്കൂ എന്ന് നമ്മോട് കൽപ്പിച്ചത്, നമ്മോട് പറഞ്ഞത് അവന്റെ ഔദാര്യത്തിൽപ്പെട്ടതാണ്, അവന്റെ മഹത്തായ ഉദാരതയിൽപ്പെട്ടതാണ്. വതകഫല ലഹും ബിൽ ഇജാബ, പ്രാർത്ഥിക്കുന്ന ആളുകൾക്കുള്ള ഉത്തരമാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. കമാ കാന സുഫിയാനു സൗരി റഹിമഹുല്ലാ യഖൂൽ, മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, യാ മൻ അഹബ്ബു ഇബാദിഹി ഇലൈഹി മൻ സഅലഹു ഫഅക്സറ സുആലഹു വയാ മൻ അബ്ഗദു ഇബാദിഹി ഇലൈഹി മൻ ലം യസ്അൽഹു വലൈസ കദാലിക ഗൈറുക യാ റബ്ബ്. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, തന്റെ അടിമകളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുകയും ചോദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അത് ധാരാളമാക്കുവാൻ അഥവാ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പറയുകയും ചെയ്തവനെ, അതേപോലെ തന്നെ തന്റെ അടിമകൾ
തന്നോട് ചോദിച്ചില്ല എന്ന കാരണത്താൽ അവരോട് കോപിക്കുകയും ചെയ്യുന്നവനെ വലൈസ കദാലിക ഗൈറുക യാ റബ്ബ്, എന്റെ റബ്ബേ അല്ലാഹുവേ നീയല്ലാതെ ഇങ്ങനെ ഒരാളുമില്ല റബ്ബേ. സഹോദരങ്ങളെ, ഈ ആയത്തും അതിന്റെ തഫ്സീറും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു നമ്മോട് പ്രാർത്ഥിക്കുവാൻ കൽപ്പിച്ചു, ഉത്തരം അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുകയും എന്നിട്ട് അല്ലാഹുവിന്റെ കിതാബിലെ ഈ ഓതിയ ആയത്തും സ്വഹാബത്തിന് പാരായണം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു, എന്നിട്ട് ഇബാദത്തിൽ അഹങ്കാരം നടിക്കുന്നവൻ നരകത്തിൽ പ്രവേശിക്കും എന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന. അഥവാ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദുആ എന്നുള്ളത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നഹു മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, തീർച്ചയായും ആരാണോ അല്ലാഹുവിനോട് ചോദിക്കാത്തത് അവരോട് അല്ലാഹു കോപിക്കും. അതാണ് സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. ചോദിക്കുകയും ചോദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അടിമയെ ഇഷ്ടപ്പെടുന്നവനായ അല്ലാഹുവേ, അതേപോലെ തന്നെ ചോദിക്കാതിരുന്നാൽ കോപിക്കുകയും ചെയ്യുന്നവനായ അല്ലാഹുവേ, നീയല്ലാതെ മറ്റൊരാളും ഈ രൂപത്തിലില്ല. സഹോദരങ്ങളെ, നാം ദുആ ചെയ്യേണ്ടത്, നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ റബ്ബായ അല്ലാഹുവിനോട് മാത്രമാണ്, അല്ലാഹുവിനോട് മാത്രമാണ് എന്നതാണ് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നു, അവനോട് ചോദിക്കാത്തവരോട് അല്ലാഹു കോപിക്കുന്നു. ഒരു അറബി കവി പാടിയതായി കാണാം, അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ളബു. അല്ലാഹു സുബ്ഹാനഹു വ തആല നീ അവനോട് ചോദിക്കാതിരുന്നാൽ, അവനോടുള്ള ചോദ്യം, അവനോടുള്ള പ്രാർത്ഥന നീ ഉപേക്ഷിച്ചാൽ അവൻ നിന്നോട് കോപിക്കും. എന്നാൽ ആദമിന്റെ പുത്രൻ മനുഷ്യൻ, അവനോട് നീ ചോദിച്ചാൽ നിന്നോട് കോപിക്കും. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹുവിനോട് നാം എത്ര കണ്ട് ചോദിക്കുന്നുവോ റബ്ബിനതിഷ്ടമാണ്, എത്ര കണ്ട് ചോദിക്കുന്നുവോ അല്ലാഹുവിനതിഷ്ടമാണ്. ചോദ്യം വർദ്ധിപ്പിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. ചോദിക്കാതിരുന്നാൽ അല്ലാഹു കോപിക്കും. എന്നാൽ മനുഷ്യർ അവരോട് ഒരിക്കൽ 2 തവണ 3 തവണ ചോദിച്ചാൽ പിന്നീട് അവർ കോപിക്കാൻ തുടങ്ങും. ആദ്യം ചോദിച്ചതുപോലെയുള്ള ഒരാവേശം, ഒരു താല്പര്യം പിന്നെയും പിന്നെയും ചോദിക്കുമ്പോൾ സൃഷ്ടികളിൽ, മനുഷ്യരിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഒരടിമ എത്ര ചോദിക്കുന്നുവോ അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം ചോദിക്കാതിരിക്കാൻ, അവനോട് പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് എന്തർഹതയാണുള്ളത്? അല്ലാഹു അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാം, വഇദാ സഅലക ഇബാദി അന്നി, ഓ നബിയേ, എന്നെക്കുറിച്ച് എന്റെ അടിമകൾ താങ്കളോട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ, പ്രാർത്ഥിക്കുന്നവൻ, വിളിച്ചു തേടുന്നവൻ, അവൻ വിളിച്ചു തേടിയാൽ, പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകാൻ ഞാൻ അവന്റെ സമീപത്ത് തന്നെയുണ്ട്. ഈ ആയത്തിൽ സഹോദരങ്ങളെ മഹത്തായ ഒരു ഗുണപാഠം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇതുപോലെ നബിയെ അവർ ചോദിച്ചാൽ, നബിയെ അവർ താങ്കളോട് ചോദിച്ചാൽ ഖുൽ, താങ്കൾ പറഞ്ഞു കൊടുക്കുക എന്നായിരുന്നു പറഞ്ഞു കൊടുത്തിരുന്നത്. ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. യസ്അലൂനക അനിൽ അഹില്ല, യസ്അലൂനക അനിൽ മഹീദ്, ഓ നബിയെ താങ്കൾ ഹിലാലിനെ കുറിച്ച്, ഓ നബിയെ ഹിലാലിനെ കുറിച്ച് അവർ താങ്കളോട് ചോദിച്ചാൽ, ഓ നബിയെ ആർത്തവത്തെ കുറിച്ച്
അവർ താങ്കളോട് ചോദിച്ചാൽ. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ പറയുക എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഈ ആയത്തിൽ വഇദാ സഅലക ഇബാദി അന്നി, എന്നെക്കുറിച്ച് എന്റെ അടിമകൾ നബിയെ താങ്കളോട് ചോദിച്ചാൽ ഖുൽ എന്ന് പറഞ്ഞിട്ടില്ല, താങ്കൾ പറയുക എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹു തന്നെ അതിന് മറുപടി പറയുകയാണ്. ഫഇന്നി ഖരീബ്, നാം അടുത്തു തന്നെയുണ്ട്, സൃഷ്ടികളുടെ അടിമകളുടെ അടുത്ത് തന്നെയുണ്ട്. അവനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകാനായി അല്ലാഹു സമീപത്ത് തന്നെയുണ്ട് എന്ന് അല്ലാഹു അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹുവിനോടുള്ള ദുആ എടുത്തു പറഞ്ഞിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, സൂറത്തുൻ നിസായിൽ നമുക്ക് കാണാം, വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും അവനോട് ചോദിക്കുക. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ, തീർച്ചയായും അല്ലാഹു എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനാകുന്നു. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുക. അല്ലാഹുവിന്റെ ഔദാര്യമല്ലാത്ത മറ്റെന്താണുള്ളത്? അത് നിങ്ങൾ സൃഷ്ടികളോട് ചോദിച്ചോളൂ എന്നല്ല പറഞ്ഞത്, മറിച്ച് വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ അല്ലാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിച്ചുകൊള്ളുക. സഹോദരങ്ങളെ, എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് അവനോട് നമുക്ക് ചോദിക്കാം. അത് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. രോഗം മാറാനാണോ? പ്രയാസം നീങ്ങാനാണോ? ജോലി ലഭിക്കാനാണോ? സന്താന സൗഭാഗ്യത്തിനാണോ? നല്ല ഇണയെ ലഭിക്കാനാണോ? നല്ല കച്ചവടം, അതിൽ വർധനവ്, ബറക്കത്തുണ്ടാവാനാണോ? എന്താണോ ഒരാൾ ആഗ്രഹിക്കുന്നത്? വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നും അവനോട് ചോദിക്കുക. അതാ അല്ലാഹു വീണ്ടും പറയുന്നു, സൂറത്തുൽ അറാഫിൽ നമുക്ക് കാണാം, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. തളർറുഅൻ വഖുഫിയ, താഴ്മയോടെ, ശബ്ദം താഴ്ത്തിക്കൊണ്ട്, വിനയത്തോടെ, ആദരവോടെ റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുക. വീണ്ടും അല്ലാഹു അതേ സൂറത്തിൽ തന്നെ മറ്റൊരായത്തിൽ പറഞ്ഞു, വദ്ഉഹു ഖൗഫൻ വതമഅ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക ഖൗഫൻ വതമഅൻ, ഭയപ്പാടോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും. അല്ലാഹുവിനോടുള്ള ഭയപ്പാട് മനസ്സിലുണ്ടാവണം. അതോടൊപ്പം അവനിലുള്ള പ്രതീക്ഷയും വെച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. എന്നിട്ട് അല്ലാഹു പറഞ്ഞ വാക്കുണ്ട്, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം, ഇഹ്സാനുള്ള നന്മ പ്രവർത്തിക്കുന്ന ആളുകളുടെ സമീപത്ത് തന്നെയുണ്ട്. സഹോദരങ്ങളെ, അതാ അല്ലാഹു വീണ്ടും പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാം, ഖുൽ, നബിയെ പറയുക, മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ല എങ്കിൽ എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്തു പരിഗണന നൽകാനാണ്? ആയത്തുകളെല്ലാം സഹോദരങ്ങളെ നമുക്ക് അറിയിച്ചു നൽകുന്നത്, നാം അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യേണ്ടവരാണ്. ഒരു സൃഷ്ടിയോടും ദുആ ചെയ്യാൻ നമുക്ക് പാടുള്ളതല്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം ആയത്തുകളിൽ അവനോട് മാത്രം ദുആ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ മനോഹരമായ വാക്കുണ്ട്. സഹോദരങ്ങളെ, ഇത് നാം ഓരോരുത്തരും നമ്മുടെ സ്വന്തം കാര്യത്തിൽ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, തീർച്ചയായും എനിക്ക് ഉത്തരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ആവലാതിയില്ല, അത്തരം ഒരു ആവലാതി എനിക്കില്ല. വലാകിൻ അഹ്മിലു ഹമ്മദ് ദുആ, എനിക്ക് ദുആ ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് ലഭിക്കുമോ എന്ന കാര്യത്തിലാണ് എനിക്ക് ആവലാതി. ഫഇദാ ഉൽഹിംതു ദുആ അലിംതു അന്നൽ ഇജാബത മഅഹു, കാരണം എനിക്ക് ദുആ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ, എനിക്ക് ദുആ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ എനിക്കറിയാം ദുആഇന് ഉത്തരം അതിന്റെ കൂടെ തന്നെയുണ്ട്.
സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ട കരങ്ങൾ അള്ളാഹു ശൂന്യമായി മടക്കുകയില്ല. ആ കാര്യത്തിൽ അവൻ ലജ്ജിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ലജ്ജയുള്ളവനാണ്, അവൻ ഉദാരശീലനാണ്. തന്റെ അടിമ തന്നിലേക്ക് അവന്റെ ഇരു കൈകളും ഉയർത്തി ദുആ ചെയ്താൽ ആ കരങ്ങളെ ശൂന്യമായി മടക്കുക എന്ന കാര്യത്തിൽ അള്ളാഹു ലജ്ജിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര എത്ര തെളിവുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് നാം ദുആ ചെയ്യേണ്ടത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ തെളിവുകളെല്ലാം ഖുർആനിലും സുന്നത്തിലും ഉണ്ടായിരിക്കെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വെമ്പൽ കൊള്ളുന്ന വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നാം പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ഇസ്തിഗാസ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് നേർക്ക് നേരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ലയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഒന്ന് കാലു തെറ്റിയാൽ ബദരീങ്ങളെ കാക്കണേ എന്ന് ബദരീങ്ങളോട് കാവൽ തേടുന്നു. തങ്ങളെ ഞങ്ങളെ നോക്കണേ, ഞങ്ങളെ കാണുന്നില്ലേ, നമ്മൾക്ക് കുട്ടിനെ നൽകണേ, നമ്മുടെ പ്രയാസങ്ങൾ നീക്കണേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തന്ന ആയത്തുകളാണ് നാം കേട്ടത്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് നാം കേട്ടത്. നമ്മുടെ റബ്ബ് നമ്മോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ. ആരാണിതുപോലെ പറഞ്ഞിട്ടുള്ളത്? ആരാണിതുപോലെ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടുന്ന് ഈ ആയത്ത് ഓതി തന്നത് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന ഹദീസ് പറഞ്ഞുകൊണ്ടാണ്. പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന, അഥവാ ഇബാദത്തിന്റെ വലിയ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദുആ എന്നുള്ളത്. അതിലാണ് ഒരുപാട് ആളുകൾ പിഴച്ചുപോയിട്ടുള്ളത്. പഴയ കാലത്തും ആധുനിക കാലത്തും ഒരുപാട് ആളുകൾ വഴിതെറ്റിപ്പോയിട്ടുള്ളത് ഈ കാര്യത്തിലാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതാണ് സംശുദ്ധമായ തൗഹീദ്. ഏകനായ റബ്ബിനോട് മാത്രമേ നാം ദുആ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. അവരോട് പ്രാർത്ഥിക്കാനോ അവരെ ആരാധിക്കാനോ പാടില്ല. ആദ്യം ഓതിയ ആയത്തിൽ കേട്ടിട്ടില്ലേ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ദുആ എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു പറഞ്ഞത്. എനിക്കുള്ള ഇബാദത്തിൽ ആരാണോ അഹങ്കാരം നടിക്കുന്നത്, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം എന്ന് പറയുന്നത് വഹാബിസമാണ് എന്നാണ് നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ആ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഖുർആൻ മറിച്ചു നോക്കിയാൽ ധാരാളം ആയത്തുകൾ ഇനിയും നമുക്ക് കാണാം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, പ്രയാസഘട്ടങ്ങളിൽ, ബുദ്ധിമുട്ടിന്റെ ഘട്ടങ്ങളിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ബദറിന്റെ രണാങ്കണത്തിൽ ബദരീങ്ങൾ, മഹാന്മാർ, നമ്മുടെ നേതാക്കന്മാർ, അവർ ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവിനോടാണ്. സൂറത്തുൽ അൻഫാലിൽ നമുക്ക് കാണാം, ഇദ് തസ്തഗീഫൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ, ബദരീങ്ങൾ ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവിനോടാണ്. ആ ബദരീങ്ങളെ സ്നേഹിക്കുന്ന നാം അല്ലാഹുവിനോടാണ് ഇസ്തിഗാസ ചെയ്യേണ്ടത്. അതാണ് അവരോടുള്ള സ്നേഹം, അതാണ് അവരെ പിൻപറ്റൽ, അതാണ് അവരുടെ മാർഗം, അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. അല്ലാഹു പറയുന്നു, ഫസ്തജാബ ലക്കും, നിങ്ങൾക്ക് നാം ഉത്തരം നൽകി. തുടരെ തുടരെ ആയിരക്കണക്കിന് മലക്കുകളെ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് നാം ഉത്തരം നൽകി എന്ന് അല്ലാഹു പറയുമ്പോൾ, നമ്മുടെ നാട്ടിലെ വലിയ വലിയ വിവരമുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾ അവർ പറയുകയാണ് റബ്ബിനോട് മാത്രം ദുആ ചെയ്യുക എന്നുള്ളത് പിഴച്ച വാദമാണ്, അത് ഇബ്ലീസിന്റെ വാദമാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മഹാന്മാരായ സഹാബത്ത് കാണിച്ചു തരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത്.
ഇതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ. എത്ര പ്രായമുള്ള ആളുകൾ, സാധുക്കളായ സാധാരണക്കാരായ ആളുകൾ, അവർ ധരിച്ചു വെച്ചിട്ടുള്ളത് മഹാന്മാരോടുള്ള ആദരവും ബഹുമാനവുമാണ് അവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ എന്നാണ്. യഥാർത്ഥത്തിൽ അവരോടുള്ള ബഹുമാനം അവർ കാണിച്ചു തന്ന പാത പിൻപറ്റലാണ്. അവർ കാണിച്ചു തന്നത് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അല്ലാഹു അല്ലാത്തവരോട് അവർ പ്രാർത്ഥിച്ചിരുന്നില്ല. ഏറ്റവും പ്രയാസകരമായ ഘട്ടമാണ് ബദറിന്റെ ഘട്ടം. നമുക്കെല്ലാവർക്കും ചരിത്രം അറിയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, അമ്മൻ യുജീബുൽ മുൽത്തർ ഇദാ ദആ. കഷ്ടപ്പെടുന്നവൻ, പ്രയാസപ്പെടുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, വയക്ഷിഫു സൂഅ, അവന്റെ ആ പ്രയാസം നീക്കുവാൻ, വയജഅലുകും ഖുലഫാഅൽ അർദ്, ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കുവാൻ, അഇലാഹും മഅല്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റു വല്ല ഇലാഹുകളുമുണ്ടോ? അങ്ങനെ നോക്കൂ, പ്രയാസപ്പെടുന്നവൻ ഉത്തരം നൽകാൻ അല്ലാഹു അല്ലാതെ മറ്റേത് ഇലാഹാണുള്ളത്? അവന്റെ പ്രയാസം നീക്കാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ ഇവിടെ ആളുകൾ പറയുകയാണ്, റബ്ബേ നീ മാത്രമല്ല റബ്ബേ, ഒരുപാട് ആളുകളുണ്ട്. നേർക്കുനേരെ നിന്നോട് ദുആ ചെയ്യൽ പിഴച്ചവാദമാണ്, വഹാബിസമാണ് റബ്ബേ എന്ന് തിരിച്ചു മറുപടി പറയുന്നത് പോലെയാണ്. എത്ര നിഷേധമായ വാക്കാണിത്! എത്ര നിഷേധമായ, എത്ര കടുത്ത അപരാധമാണ് സഹോദരങ്ങളെ ഈ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവനെ മാത്രം വിളിച്ചു തേടുന്ന, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കുവാൻ കൽപ്പിച്ചതായി സൂറത്തുൽ ജിന്നിൽ അതിന്റെ 20-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. ഖുൽ, നബിയെ പറയുക, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, തീർച്ചയായും ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. സഹോദരങ്ങളെ, ഇത് അല്ലാഹു അവന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കാൻ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിച്ചു. അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം തന്നെയാണ് നമുക്കും ബാധകമായിട്ടുള്ളത്. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത ഒരാളെയും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, ഒരാളെയും ആരാധിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പാതയിലാണ് സഹാബത്തിനെ വളർത്തിക്കൊണ്ടുവന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ച് ഉപദേശം നൽകിയിട്ടുണ്ട്. മോനെ, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. മോനെ, നീ ചോദിക്കുകയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. നീ സഹായാർത്ഥന നടത്തുകയാണെങ്കിൽ, അഥവാ അല്ലാഹുവിനോട് ചോദിക്കേണ്ട ഏതൊരു സഹായാർത്ഥനയുണ്ടോ അത് അല്ലാഹുവിനോട് മാത്രമേ മോനെ നീ സഹായാർത്ഥന നടത്താൻ പാടുള്ളൂ. സഹോദരങ്ങളെ, ഈ ഒരു ആദർശത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വളർത്തിക്കൊണ്ടുവന്നത്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം. ഇന്നിതാ
100 വർഷത്തെ പാരമ്പര്യം പറയുന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, കേരള യാത്ര നടത്തുന്ന വലിയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അവർ ഈ സമൂഹത്തിന് 100 വർഷങ്ങളായി നൽകിയിട്ടുള്ളത് പ്രയാസഘട്ടങ്ങളിൽ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. പ്രയാസഘട്ടങ്ങളിൽ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു പ്രാർത്ഥിക്കാനാണ്. അതുകൊണ്ടാണ് മർക്കസിന്റെ പ്രവർത്തന ഘട്ടങ്ങളിൽ, അതിന്റെ ആദ്യകാലങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ വലിയൊരു നേതാവിന്റെ മകൻ പറഞ്ഞത്, നമ്മൾ ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിച്ചു. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, അതിലെ നേതാക്കന്മാരാണ് എന്ന് പറയുന്നവർ സമുദായത്തിന് നൽകിയ സന്ദേശമാണിത്. 100 കൊല്ലങ്ങൾ ഇപ്പുറത്തേക്ക് വന്നപ്പോഴും അതിലൊരു മാറ്റവുമില്ല. അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തും നേതാക്കന്മാർ ഈ പാമരന്മാരായ ജയ് വിളിക്കുന്ന, ജിന്ദാബാദ് വിളിക്കുന്ന, റോഡ് ബ്ലോക്ക് ചെയ്ത് റാലികൾ നടത്തുന്ന ഈ ഖൗമിന്, സമുദായത്തിന് നൽകിയ സന്ദേശം അഷ്റഫുൽ ഖൽഖ് നൽകിയ സന്ദേശമല്ല. കേരള യാത്ര നടത്തിയിട്ടും ഈ ആളുകൾക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയാനോ റബ്ബിലേക്ക് ക്ഷണിക്കാനോ ഈ കാലയളവിൽ അവർക്ക് സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുമെന്ന് പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. അതിലേക്കാണ് നാം തിരിച്ചു മടങ്ങേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള നവോത്ഥാനം, അതാണ് യഥാർത്ഥത്തിലുള്ള പരിവർത്തനം. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് വദ്ദിനെയും സുആഇനെയും യഗൂസിനെയും യഊഖിനെയും നസ്റിനെയും ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഹുബുലിനെയും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തുടങ്ങി അംബിയാ ഔലിയാക്കന്മാരെ, മലക്കുകളെ, ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നത് യഥാർത്ഥ തൗഹീദിന്റെ പാതയിലേക്കാണ്. അതിന്റെ ഒന്നാമത്തെ പ്രഥമഘട്ടമാണിത്. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലയുടെ ആ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ചോദിക്കുകയും ചോദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ തന്റെ അടിമകളോട് ഇഷ്ടമുള്ള റബ്ബേ, ചോദിക്കാതിരുന്നാൽ അവരോട് കോപിക്കുന്ന റബ്ബേ, നീയല്ലാതെ മറ്റൊരാളും റബ്ബേ ഇങ്ങനെയില്ല. അതുകൊണ്ട് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹു എന്റെ കിതാബിൽ ചോദിച്ചതുപോലെ അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ. നമ്മുടെ മനസ്സിൽ പതിക്കേണ്ട, നാം രേഖപ്പെടുത്തേണ്ട ആയത്താണത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ. നാം അള്ളാഹുവിന്റെ അടിമകളാണെങ്കിൽ ആ റബ്ബ് മാത്രം മതി. പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നവർ, വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ, അവർ നമുക്ക് ഈ കാര്യത്തിൽ ആവശ്യമില്ല. മധ്യവർത്തികളായി അവർ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ട ഒരു ദുരവസ്ഥ നമുക്കില്ല. മറിച്ച് നേർക്ക് നേരെ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം. പണ്ഡിത വേഷധാരികൾ പാമരന്മാരായ ജനങ്ങളെ പറ്റിക്കുകയാണ്. നേർക്ക് നേരെ പോയാൽ അള്ളാഹു കേൾക്കുകയില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നു പറഞ്ഞുകൊണ്ട് വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 100 കൊല്ലത്തെ പാരമ്പര്യം വഞ്ചനയുടെയും ചതിയുടെയും ആത്മീയ ചൂഷണത്തിന്റെയും മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഓതി കേൾപ്പിക്കപ്പെട്ട ആയത്തുകൾ മുഴുവനും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അള്ളാഹു എന്നോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അത് പ്രഖ്യാപിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതാണ് യഥാർത്ഥ ആദർശം, അതാണ് യഥാർത്ഥ തൗഹീദ്, അതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്ന വൽ ജമാഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. എല്ലാവിധ വഴികേടുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു പോയ സാധുക്കളായ ആളുകൾക്ക് അള്ളാഹു ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നൽകുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാവട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. മരണം വരെ അല്ലാഹു അവന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, നമ്മുടെ പ്രാർത്ഥനകളെ അവരെ ഉൾപ്പെടുത്തുക. അറിഞ്ഞവരും അറിയാത്തവരും ഉണ്ടാകും. അല്ലാഹു എല്ലാവർക്കും ശിഫാ നൽകുമാറാവട്ടെ. ശാന്തിയും സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ. اللهم اغفر لنا وارحمنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.